ഇത് കണ്ട സോസും ചിക്കനും കൂടി മിക്സ് ചെയ്ത നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അന്നേരം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വൈഫിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടിയിട്ട് ഒരു ഫൺ ഫാമിലി ട്രിപ്പാണ്. നമ്മൾ എങ്ങോട്ടാണ് പോണത്? അപ്പോൾ ഞങ്ങൾ ഇന്ന് പോണത് വയനാട്ടിലാണ്. ഫുൾ ഫാമിലി ആയിട്ടാണ് പോണത്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് അടിപൊളി ട്രിപ്പായിരിക്കും അല്ലേ? അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ട്. സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പിന്നെന്താണ്, അതെ, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ വയനാടത്തെ വിശേഷങ്ങളും റിസോർട്ടിൻ്റെ വിശേഷങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഇഷ്ടപ്പെട്ട എന്തിനു പറയാനുണ്ടെങ്കിൽ ഓക്കെ. ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തു. ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഇന്ന് രാവിലെ നെയ്ച്ചിട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ റെഡിയല്ലേ? ലിമോ റെഡിയല്ലേ ട്രിപ്പിലേക്ക്? ആ, അപ്പോൾ ഞങ്ങളുടെ ബാഗും കാര്യങ്ങളൊക്കെ ഇതാണ്. നമുക്ക് തുടങ്ങല്ലേ? അപ്പോൾ ഞങ്ങളുടെ വണ്ടി വന്നു. ഈ വണ്ടിയിലാണ് ഞങ്ങൾ പോണത്. ശ്രീകുട്ട സ്ഥലമല്ലേ ഇവിടെ? ഓക്കെ ഓക്കെ. എന്താണ് അവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങളുടെ യാത്ര തുടങ്ങി വയനാട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ താമരശ്ശേരി ചുരത്തിലെത്തി അല്ല അജി ചേട്ടാ? ഇനി ഇവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാം. ആ, ഇവിടെ നോക്കിയാൽ നല്ല സീനറി. മർക്കസ് സിറ്റി. ആ, മറ്റേതല്ല, വൈറ്റ്. ഓക്കെ. താജ്മഹൽ അത് മർക്കസ് സിറ്റി. തേനീച്ചക്കൂടല്ലേ അത്? അതിനെ കടിക്കണ്ടിട്ടോ അതിനെ തേനീച്ച. പാറു നോക്കി, കുരങ്ങന്മാരെ നോക്കടാ. അത് ആ തേനീച്ചക്കൂട് മുഴുക്ക കളിക്കട്ടോ അവര്. അതാ മലയണ്ണൻ. ആ കുഞ്ഞ മലയണ്ണൻ. വികൃതിയാണ് കണ്ട, ഒന്നും ചെയ്യില്ല. അത് അങ്ങനെ പോയി. അങ്ങനെ ഞങ്ങൾ ഈ സ്പോട്ടിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഫാമിലി ഫോട്ടോസ് ഒക്കെ എടുത്തു. ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഗൈസ്. ചപ്പാത്തിയും കടായൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ട്? എന്റെ പാത്രത്തിൽ ഇത് കണ്ട സോസും ചിക്കനും കൂടി മിക്സ് ചെയ്ത നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അന്നേരം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഓക്കെ. വേസ്റ്റ് എല്ലാം പ്രകൃതി സംരക്ഷണത്തിന് വേസ്റ്റ് എല്ലാം അതിലിടൂ. നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ വേസ്റ്റ് എല്ലാം പുറത്തിടരുത്. ഇപ്പൊ ഞങ്ങൾ എത്തിയത് 800 പറഞ്ഞ സ്ഥലത്താണ്. വയനാട് പോണ വഴി തന്നെയാണ്. നിക്കടാ, വയനാട് പോണ വഴിയാണ് 800. ഇനി ഇവിടുന്ന് നമ്മൾ ജീപ്പ് എടുത്ത് ഇവിടുന്ന് ട്രക്കിംഗ് അല്ലേ? ഇതൊക്കെ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ആ ജീപ്പൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാൻ നിങ്ങൾ ടിക്കറ്റ് എടുത്തില്ലേ? ആ, അപ്പോൾ
അത് കൂട്ടാ, അത് കുട്ടികളെ കൂട്ടത്തിൽ കൂട്ടാ. പിന്നെ ആവണിയും ശ്രീകുട്ടും. ഇതാണ് എണ്ണൂർ ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജ്. ഇതിൻ്റെ എൻട്രി ആൻഡും ഷട്ടിൽ സർവീസസൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഒരാൾക്ക് അഡൾട്ടിന് 50 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്, ട്രെക്കിങ്ങിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വണ്ടി വന്നിട്ടോ. ഉണ്ണേ 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തല്ലേ? 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ജീപ്പ് കിട്ടിയത്. ഇനിയിപ്പോൾ ട്രെക്കിങ്ങിന് പോവുകയാണ്. കാന്തല്ലൂർ അടിപൊളിയാണ്. കാന്തല്ലൂർ പറഞ്ഞാൽ റോഡ് തന്നെ ഇല്ല അവിടെ. റോഡ് തന്നെ വെറും ഓഫ് റോഡാണ്. ഇറങ്ങൂ. ഞങ്ങളിവിടെ എത്തി. എണ്ണൂർ ഗവൺമെൻറ് ഓഫ് കേരള സർക്കാർ ഗോത്ര പൈതൃക ഗ്രാമം വയനാട്. ഏട്ടാ എന്തായി നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഏട്ടാ? ഇതിൻ്റെ നമ്മൾ ഗോത്ര പൈതൃക ഗ്രാമം എന്നാ പറയുന്നത്. അതായത് പഴയ കാലത്തുള്ള ഉണ്ടായിരുന്ന ആദിവാസികളൊക്കെ ജീവിച്ചിരുന്ന ആ ഒരു പശ്ചാത്തലമൊക്കെ കാണിച്ചു തരാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് നടക്കാനും ഒക്കെ ഉണ്ട്. ഇവിടുന്ന് ഒരു കയറ്റാണ്. ഇവിടുന്ന് അവിടെ വരെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഹാൻഡിക്യാപ്ഡ് ഡിസേബിൾഡ് പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവർ ഫ്രീ സർവീസ് നൽകുന്നുണ്ട് ഓട്ടോറിക്ഷയിൽ. അതൊരു നല്ലൊരു കാര്യമാണ്. ഇവിടെ മുകളിലേക്ക് കയറി വന്നപ്പോൾ മുളയരി പായസം ഉണ്ട് കേട്ടോ. അത് കഴിക്കാൻ കുറേ പേര് തിരക്കുണ്ട്, നല്ല തിരക്കാണ്. നോക്കിയാൽ ഇതേ വൈക്കോലൊക്കെ കെട്ടി വെച്ചിട്ടുള്ള ഒരു ഷെഡാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇനിയിപ്പോൾ ഗോത്ര നൃത്തം കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ അല്ലേ. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. ബാക്കി എല്ലാവരും ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ നല്ല തിരക്കാണ്. പാറുമൊക്കെ വരുന്നുള്ളൂ. പാറുമൊക്കെ ബാക്കിലാണ് അല്ലേ. ഇപ്പോൾ ഒരു സെഷൻ കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ 2ാമത്തെ സെഷന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അത് തുടങ്ങുമ്പോൾ നമുക്ക് അത് റെക്കോർഡ് ചെയ്യാം അല്ലേ. അങ്ങനെ ഞങ്ങൾ ഗോത്ര നൃത്തം കണ്ടു. നല്ല രസമുണ്ടായിരുന്നുണ്ട് കാണാൻ. ഒരു 10-15 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ആ പാട്ടും പിന്നെ ഡ്രംസൊക്കെ രസമുണ്ടായിരുന്നു കേൾക്കാൻ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുകയാണെങ്കിൽ നല്ല കാറ്റും ഇതൊക്കെ തന്നെയാണ്. നമുക്ക് ചൂട് അറിയത്തില്ല. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ എണ്ണൂർ എന്ന് പറഞ്ഞ ഗ്രാമം കണ്ടു. അവിടെ പോയി അവിടുത്തെ ചെറിയ ചെറിയ കോട്ടേജും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ അവിടുത്തെ നൃത്തം കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ റിസോർട്ടിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ടാണ് ലക്കിടി വില്ലേജ് വയനാട്. അപ്പോൾ അതിനുള്ളിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ പോയിട്ടാവും ലഞ്ചും കാര്യങ്ങളൊക്കെ. ഈ റിസോർട്ടിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തതാണ്, ലക്കിടി വില്ലേജ്. നമുക്ക് ഉള്ളിലേക്ക് പോവാം. അങ്ങനെ റിസപ്ഷനിൽ വന്നിട്ട് ഫോർമാലിറ്റിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കോട്ടേജ് ഇതാണ് ഞങ്ങളുടെ കോട്ടേജ്. അപ്പോൾ ഈ റൂമാണ് ഞങ്ങളുടെ റൂം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അല്ലേ. കയറിയപ്പോൾ തന്നെ എന്താ മുകളിൽ നിന്ന് അവിടെ ഊഞ്ഞാലാടിയും കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഊഞ്ഞാലാടിയിട്ട്? എൻ്റെ പൊന്നോ, കൈ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ഹാൾ കേട്ടോ. ഇത് ഹാളാണേ. ഇവിടെ അത്യാവശ്യം സോഫയും ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫാനുണ്ട്. ഇതാ ഡൈനിങ് ടേബിള്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഇതാണ് ഒരു എന്താണ് പറയുക, ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ വൈബാണ് കേട്ടോ ഇവിടെ. ഇവിടെ ഇരുട്ടാണ്, പിന്നെ ചെറിയ ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ
ഇതെൻ്റെ കുഞ്ഞ്. ഇതാ ഇവിടെ ഒരു പൂച്ചക്കുട്ടി കടന്നുറങ്ങുന്നുണ്ട്. കണ്ടോ, ഈ ഒരു പൂച്ചക്കുട്ടി കടന്നുറങ്ങുന്നുണ്ട് ഇവിടെ. പിന്നെ ഇതാണ് ബാൽക്കണി. ഇപ്പോൾ കുറേ കുരങ്ങന്മാർ നോക്കിയേ. എത്ര കുരങ്ങന്മാർ നോക്കിയേ. ഇവിടെ മുഴുക്ക കുരങ്ങന്മാരാ. ഇനി ഞങ്ങൾ പോണത് എന്താണ് പറയുക, സ്വിമ്മിങ് പൂളിലേക്കാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളൊന്ന് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് ഞാനും മോളും ലിമും എല്ലാവരും കൂടിയിട്ട് സ്വിമ്മിങ് പൂളിലേക്ക് അങ്ങോട്ട് പോകും അല്ലേ. എന്നിട്ട് സ്വിമ്മിങ് പൂളത്തെ കാഴ്ചകൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ആദ്യമായിട്ട് ഇറങ്ങിയോ? അങ്ങോട്ട് ബാക്കോട്ടേക്ക് അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു 2-3 മണിക്കൂർ പൂൾസിലായിരുന്നു, സ്വിമ്മിങ് പൂളിലായിരുന്നു. അവിടെ നല്ല എൻജോയ് ചെയ്തു. ഇപ്പോൾ സമയം 7 മണിയായി. ഇപ്പോൾ ഞങ്ങൾ വന്നത് ഇൻഡോർ ഗെയിംസിലാണ്. ഇൻഡോർ ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഇൻഡോർ ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ലിമോവും കണ്ണനും ഒക്കെ. കുട്ടികൾ ഇവിടെ കാർ ഓടിക്കണേ. കുഞ്ഞാ ഏട്ടൻ്റെ വൈറ്റ് ഇട്ടാ. ഇതിപ്പോ ഇതല്ലല്ലോ, ആളെണ്ണം വ്യത്യാസം ഉണ്ടല്ലോ. ഇതിന്റെ വയസ്സായ 2 ആളെ തന്നത് ദുഷ്ടന്മാര്. അമ്മ പറയണേ. 2 പേര്. മമ്മൂട്ടി. പുതിയ സിനിമ പഴയ സിനിമ? ഓൾഡ്. 2 വേർഡുണ്ട്. മമ്മൂട്ടിന്റെ ആണ്. 2 വേർഡുണ്ട്. മമ്മൂട്ടിന്റെ ആണ്. രണ്ടാം മോൾട്ടി പറഞ്ഞത് 2-ാം വർഷം 20-ാം നൂറ്റാണ്ടാ. 21-ാം നൂറ്റാണ്ടാ. 10 ഓക്കെ. 3 ലെറ്റർ മലയാളം പടം. ഓക്കെ. 3 ലെറ്റർ. നായകൻ അറിയില്ല. പഴയ ആളാണോ? പഴയ സിനിമയാണോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണോ? അറിയില്ല. അന്ന് കളർ ടിവി ഉണ്ടായിരുന്നു. സിനിമ പറ. ഓക്കെ. 3 വേർഡ് ഉണ്ട്. മലയാളം, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓക്കെ. ബാർബിക്യൂ ഒക്കെ റെഡി ആയില്ലേ? അടിപൊളി ബാർബിക്യൂ റെഡിയാണ് ഇവിടെ. എങ്ങനെയുണ്ട്? ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഞങ്ങൾ ബാർബിക്യൂ കഴിഞ്ഞു. പിന്നെ ഇൻഡോർ ഗെയിംസൊക്കെ കളിച്ചു. പിന്നെ ബാർബിക്യൂ അടിപൊളിയായി. പിന്നെ രാത്രി രാത്രി റൂമിലെത്തിയപ്പോഴേക്കും ഒരു 10-12 മണിയായി. അപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെക്കൗട്ടാണ്. അപ്പോൾ ചെക്കൗട്ടിന് മുമ്പ് ഞങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് 2-3 സ്ഥലം കൂടി ഡിസൈഡ് ചെയ്തിട്ടുണ്ട് പോവാൻ. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം.
ഇതാണ് ഞങ്ങൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഫസ്റ്റ്. ഇത് ജ്യൂസാണ്, ഇത് ഉപ്മാവ്, ഇവിടെ ഒരു നൂൽപുട്ട്, ഇത് കിഴങ്ങ് കറി, സാമ്പാർ. അങ്ങനെ ഞങ്ങളിവിടെ ബാനാസുര ഡാമിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഡാമിലേക്ക് പോകണല്ലേ? കുറച്ച് നടക്കാനുണ്ട്. പിന്നെ ഇവിടുന്ന് ബസ്സൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ ബസ്സിലാണ് പോണത്. പക്ഷേ 10 മിനിറ്റ് നടക്കാമെന്ന് വിചാരിച്ചു. ചാർജബിൾ ആണ്. ആ, ഇതിനുള്ളിൽ വന്നപ്പോൾ 4 പേര് നല്ല തിരക്കാണ്. എന്താ ജലപ്രവാഹം, ജനപ്രവാഹം. അവിടെയാണ് ഡാം. അപ്പോൾ നമ്മൾ ഡാം കാണാൻ പോവാണ്. അജയ് ചേട്ടൻ എപ്പോഴും ഡാം കണ്ടിട്ടുണ്ടോ വേറെ ഏതെങ്കിലും? നേരത്തെ പോയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. അതെയോ? 2 പ്രാവശ്യം. കുറച്ച് നടക്കാനുണ്ട് അല്ലേ? അല്ലേ അജയ് ചേട്ടാ? നടക്കാണ് കുറച്ച് ദൂരം, ഒരു 10 മിനിറ്റ്. ആ, അപ്പോൾ നമുക്ക് മുകളിൽ പോയിട്ട് കാണാം അവിടുത്തെ കാഴ്ച എന്തൊക്കെയാണെന്ന്. അതൊന്നും പാടില്ല, ഒരു കമ്മല് മതി ഒരു കുട്ടിക്ക്. 3 കമ്മല് സ്റ്റൈല് കാണിക്കണേ അല്ലേ? അവൾക്ക് 3 ഇവിടെ കമ്മലുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും അവിടെ? എവിടെയാണ്? അവന് ചേച്ചിക്ക് ഒന്നല്ലേ ഉള്ളൂ. പറടാ, നമ്മള് ബാനാസുര ഡാമിലാണ് പറയപ്പോ. ബാനാസുര ഡാമിലാണ് നമ്മളിപ്പോ. ബാനാസുര ഡാമിലാണെന്ന് പറയാം. ബാനാസുര ഡാമില് ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു എന്ന് പറയും. ഞങ്ങളിപ്പോ ബാനാസുര ഡാമിലാണ്. ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു. ഞാനും ലിമോ ബാക്കി എല്ലാവരും നടന്ന് വന്ന്, ആദ്യക്കൂട്ടനും പാറൂട്ടിയും ബസ്സിൽ വന്ന് അല്ലേ? ഇപ്പം നല്ല മഴ ഉണ്ട് അല്ലേ? പിന്നെ രാവിലെ മീനൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു നോക്കിയേ. എൻ്റെ മോൾക്ക് നടക്കാനൊരു മടി, അപ്പോൾ ഞാൻ എടുത്തിരിക്കുകയാണ് അല്ലേ മോളെ? അല്ലേ? മോൾക്ക് ഊഞ്ഞാലാടണം. എന്തൊക്കെയാണ് അവൾക്ക് വേണ്ടത് അല്ലേ? ഇവിടെ ഊഞ്ഞാല് നമുക്ക് ആടട്ടോ. ഒക്കെ പിടിക്കണം കേട്ടോ. ഇങ്ങനെയാണ് കുട്ടികളെ ഊഞ്ഞാലാട്. ദിലിവേട്ട ആടുന്ന കണ്ടോ? അങ്ങനെ ഞങ്ങൾ ബാനാസുര ഡാമൊക്കെ കണ്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ ഓർഡർ ചെയ്തത് പൊറോട്ടയും പനീർ കറിയും. നല്ല മൊരിഞ്ഞ പൊറോട്ടയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അടുത്ത സ്പോട്ടിന്റെ പേരെന്താടാ? ബോട്ട് പൂക്കോട് ലേക്ക്. അടുത്ത ഞങ്ങൾ പൂക്കോട് ലേക്കിലേക്ക് പോകണം. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. ആര് പറയാം? ഓക്കെ. ഇപ്പം ഞങ്ങൾ വന്നത് പൂക്കോട് ലേക്കിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇവിടെ നല്ല തിരക്കാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ബോട്ടിങ്ങും കുറച്ച് പിന്നെ എന്താ മറ്റേ ബോട്ടിന് എന്താ പറയുക? കയാക്കിങ്ങോ? കയാക്കിങ് ഉണ്ടോന്ന് അറിയില്ല. ബോട്ടിങ് ഉണ്ട് ഇവിടെ. പോയി നോക്കാം അല്ലേ? ബോട്ടിങ്ങിന് പോണോ നമുക്ക്? ബോട്ടിങ് 5:30 വരെ ഉള്ളൂ. കണ്ടോ ഗായ്സ്, ഇവിടെ നല്ല തിരക്കാണ്. നല്ല തിരക്കാണ്. ഇപ്പം നമ്മൾ ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ഇവിടെ 5 മണിക്ക് ശേഷം ടിക്കറ്റൊക്കെ ക്ലോസ് ആയിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റൊന്നും കിട്ടിയില്ല. 1-2 പേരൊക്കെ കിട്ടിയുള്ളൂ ടിക്കറ്റ്. അങ്ങനെ ബോട്ടൊന്നും അവൈലബിൾ അല്ല. പോയ ബോട്ട് തിരിച്ച് വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ വയനാട് ട്രിപ്പ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. ഇപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച രാവിലെ ഇറങ്ങിയതാണ്. 2 ദിവസത്തെ ട്രിപ്പായിരുന്നു. അതിൻ്റെ റിസോർട്ടിൽ പോയി. റിസോർട്ടിലത്തെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അവിടുത്തെ വെൽക്കം ഡ്രിങ്കും പിന്നെ അവിടുത്തെ ആക്ടിവിറ്റീസും
സ്വിമ്മിങ് പൂളും ഒക്കെ ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പൂക്കാട് ലേക്ക് പോയി, അതും എൻജോയ് ചെയ്തു. പിന്നെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ സൺഡേ 9:30 ആയി. ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റയർ ഫാമിലി ഇവിടെ ഉണ്ട്. ഇത് മന്തി, ഞങ്ങൾ മന്തിയാണ് കഴിക്കുന്നത്. എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ അധികം സമയം കളയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ബൈ.